ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റെജിനാസ് മൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടൊരു ടോക്ക് ഷോ പോലത്തെ ഒരു സെഗ്മെൻ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സെഗ്മെൻറ്റ് മീൻസ് ടോക്ക് ഷോ മീൻസ് അങ്ങനെയല്ല, ഒരു സജഷൻ, ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തിനെ പറ്റിയിട്ടാണ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, വിജയ്. ആസ് എ ഫാൻ ഓഫ് വിജയ് ഫാനാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്, വിജയ് ഫാൻ തന്നെയാണ്. ആ ലോയാലിറ്റിയിൽ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല ഇന്ന് വരെ. അപ്പം ഇപ്പോൾ വരയ്ക്കും വിജയ് എന്ന് കേട്ടാലേ നമുക്ക് ഇങ്ങനെ രോമാഞ്ചമൊക്കെ കോരിത്തെരിക്കണ സിറ്റുവേഷനാണ് ഇപ്പോഴും ഉള്ളത്. സോ വിജയ് വന്നിട്ട് പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം സിനിമയിൽ വിജയിനെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിജയ് വന്നാൽ വിജയ്ക്ക് ഫാൻസും കൂടുതലാണല്ലോ. അപ്പോൾ ഫാൻസിന് വേണ്ടി നല്ലത് ചെയ്യും എന്നാണ് വിജയും പറയണത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് എന്നുള്ളത്. ചെയ്യുമായിരിക്കും. പക്ഷെ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഒരു ചാൻസ് കൊടുക്കാമല്ലോ. തമിഴ്നാട് പീപ്പിൾസിന് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. കാരണം നമുക്കൊരു ചാൻസ് കൊടുക്കാമല്ലോ വിജയ്ക്ക്. അതായത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും പറയണത് പോലെ തന്നെയാണ് ഇപ്പോൾ വിജയും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ അത് ചെയ്യും, മക്കൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വിജയ് വരുന്നത്. പക്ഷെ നമുക്ക് എത്രത്തോളം ചെയ്തു എന്ന് പറയാനൊന്നും പറ്റില്ല. അധികാരത്തിലേക്ക് വന്നിട്ട് ആ പവറിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ടാണ് വിജയ് വന്നിട്ട് കരൂർ ദുരന്തം കേട്ടല്ലോ നമ്മൾ. കുറേ പേര്, 40ഓളം പേര് മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു. ഇനി കൂടുതലായോ എന്നറിയില്ല കേട്ടോ. എൻ്റെ അറിവ് വെച്ചിട്ട് 40ഓളം പേര് മരിച്ചു എന്നാണ് ഇന്ന് എൻ്റെ അറിവിലുള്ളത്. അപ്പം ഞാൻ കരൂർ വിഷയത്തിനൊന്നും പോണില്ല. കരൂർ വിഷയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് അവിടെ കുറേ അധികാരികളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വാലും മൂടുമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിലൊന്നും പറയാൻ ആളല്ല. എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. നമുക്ക് വിജയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് വർഷങ്ങളോളം ഈ വീഡിയോ എങ്ങാനും തമിഴ്നാട് പീപ്പിൾസ് കാണുകയാണെങ്കിൽ എൻ്റെ ഒരു സജഷനായിട്ട് എടുക്കാവുന്നതാണ് അവർക്ക്. അതായത് നമുക്കൊന്നും വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഇല്ലല്ലോ. അത് ഓർക്കുന്നുണ്ട്, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതായത് ഒരു ചാൻസ് കൊടുക്കാം നമുക്ക്. എങ്ങനെയൊക്കെ അവർ ചെയ്യും. ഇപ്പോൾ കുറേ സിനിമ സ്റ്റാർസൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വന്നിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. സോ നമുക്ക് വിജയ് ജയിക്കും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ചാൻസ് നമുക്ക് കൊടുക്കാം, ജനങ്ങൾക്ക് കൊടുക്കാം, മാറി ചിന്തിക്കാം. അവിടെ ഇപ്പോൾ വന്നിട്ട് ഉദയനിധി കരുണാനിധി അവരുടെ പാർട്ടിയാണല്ലോ ഭരിക്കണത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവരുടെ ആണല്ലോ ഭരിക്കണത്. അപ്പോൾ ഒരു ചേഞ്ച് വരുത്തിക്കാം അവിടുത്തെ ജനതകൾക്ക്. ഓക്കെ, അപ്പോൾ ഒരു ചാൻസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ടറിയാമല്ലോ വിജയ് എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ഇതാവുന്നുണ്ട്, ഫാൻസിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ. വെറും വാക്കാൽ മാത്രമാണോ ഡയലോഗ്സ് ഉള്ളത്, അല്ല പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. സോ ഒരു ചാൻസ് കൊടുക്കാം വിജയ്ക്ക് എന്നാണ് ഞാൻ പറയണത്. സോ എൻ്റെ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറിയൊരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതും ഡൈ ഹാർഡ് ഫാൻ ഓഫ് വിജയ് ആണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും പറയണം. പക്ഷേ നമുക്കൊന്നും അത്ര വ്യൂസൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കത് ഇതാവാനും അവിടെ എത്താനും പോകണില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ, ടാറ്റാ.